ഇതെങ്ങനെ ശരിയായി? ഒന്നും ശരിയായില്ലല്ലോ. കാലേ കാലെന്റെ തന്നെയാ. അതല്ലെന്നേ. അല്ലെന്ന് പറഞ്ഞ വലിയ കഷ്ട. എന്റെ അച്ഛനാണ് സത്യം, 2 കാലും എന്റെ സ്വന്തം. പ്രേമന് മുടന്നുണ്ടായിരുന്നല്ലോ. എനിക്കോ? എന്തായി പറയണത്? ചിലപ്പോ ചില മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ അയ്യോ, ഞാൻ ആദ്യം കാണുമ്പോ മുടന്തുണ്ടായിരുന്നു. ഓ അത് ശരിയാ. അന്ന് മീന് വന്നപ്പോ വാതിൽ തുറക്കാൻ നേരത്ത് എന്റെ കാല് ടീപ്പോയിൽ ഇടിച്ചതാ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ നമ്മള് വീണ്ടും കണ്ടത്? അന്നും ഉണ്ടായിരുന്നല്ലോ മുടന്ത്. അന്നും ഞാൻ എവിടെയെങ്കിലും വീണ് കാണും. ആകെ കുഴപ്പായി. ഇന്ന് ഞാൻ വീഴാത്തതോ? വീഴാലോ. വേണ്ട, അച്ഛനും കൂടി ഇരിക്കുമ്പോഴാ ഞാൻ വീരവാദം അടിച്ചത്. അംഗവൈകല്യമുള്ള ആളെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുള്ളൂ. ക്ഷണിച്ചതല്ല, ഇടിച്ചു കയറിയതാണെന്ന് പറഞ്ഞോളൂ. നാണക്കേടായി. ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ കാലൊടിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനൊരു കാര്യം ചെയ്യാം, വല്ല മരത്തിന്റെ മണ്ടേ കയറി താഴോട്ട് ചാടി 2 കാലും ഒടിച്ചിട്ട് വരാം. അപ്പോ മീനുവിനെ എനിക്ക് സ്വന്തമാക്കാലോ. പ്രേമന്റെ കാലിന് അസുഖമാണല്ലോ എന്നോർത്താ ഞാനെന്ന് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ പ്രശ്നം. എന്ത് പ്രശ്നം? കല്യാണം കഴിയുന്നവരെ അച്ഛന്റെ മുമ്പിൽ മുടന്തനാവാ. അങ്ങനെയായാലും മതി. മോളെ, മനസ്സിന്റെ ഉള്ളിൽ പ്രേമം കുടുങ്ങിയാൽ ആദർശവും അംഗവൈകല്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴെ കിടക്കും. മേ തുംകോ ഏക്ക് തപ്പട് മാർക്കേ ദാന്ത് ബാഹർ ഗിരാ ദൂങ്ക. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാ. അത് ശരി. അപ്പോ ഏക്ക് തപ്പട് മാർ എന്ന് പറഞ്ഞാൽ എന്താ? കരണ കുറ്റിക്ക് അടി. ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി, ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി, ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി. ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ? ചോദിച്ചോളൂ. ഈ സ്നേഹം, പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷെ? പ്യാർ, മൊഹബത്ത്. പാർ പാർ പാർ. പാറല്ല, പ്യാർ പ്യാർ പ്യാർ. പ്യാർ മനസ്സിലായി. അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാ? ആരോട് പറയാനാ? ആരോടും പറയാനല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മേ തുംസേ പ്യാർ കർത്താ ഹൂം. മേ തുസേ? ഓ മേ തുസേ അല്ല, മേ തുംസേ പ്യാർ കർത്താ ഹൂം. മേ തുംസേ പ്യാർ കർത്താ ഹൂം. മേ തുംസേ പ്യാർ കർത്താ ഹൂം. കൈ കിട്ടോ? നന്ദിയില്ലാത്തവൻ എങ്ങനെയാണോടാ പഞ്ച പിടിക്കുന്നത്? വിടടാ. ഗുരുവിനല്ല ഞാനും ചെയ്തത്. എടാ, ഗുരുവിന് എന്തും ചെയ്യാം, പക്ഷെ നിനക്ക് ശിക്ഷ ഉണ്ട്. എണീക്കടാ, എണീക്കടാ, എണീക്കടാ. 100 ബൈറ്റോ എടുക്കടാ. 100 എടുക്കടാ. 100 ബൈറ്റ്. 1 2 3 നിർത്തരുത്. 4 Excuse me. Could you get me some water, please? കുറച്ച് വെള്ളം. എന്താണ് ഇത്? വെള്ളം. എന്നിട്ട് ഞാൻ വെള്ളം ചോദിച്ചോ? ഇല്ല, പക്ഷെ മീനും അകത്തുവന്ന് പറഞ്ഞു, ഗോപേട്ട ആ പുറത്തുനിന്ന് കോപ്രാണ്ടി കാണിക്കുന്ന മനുഷ്യന് കുറച്ച് വെള്ളം കൊടുക്കൂന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ, എന്തടി നിനക്കൊണ്ട് കൊടുത്താലും. അപ്പോൾ അവള് പറയുവാ, ചീ ആ കൊരങ്ങനെ മുമ്പിലേക്ക് ഞാനില്ലെന്ന്. അയ്യോ അത് നീ ആയിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ തമ്മില് വല്ലാതെ എങ്കിൽ അടുത്തല്ലോ. പോടാ, അങ്ങനെയൊന്നുമില്ല. സ്നേഹിച്ചാ സ്നേഹിക്കും. കേവലം പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം. മേ തുംസേ പ്യാർ കർത്താ ഹൂം. അർത്ഥം അറിയോ? അറിയാലോ. പറയൂ, കേൾക്കട്ടെ.
ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടണമെന്നല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മനസ്സിലായോ? എന്താ പറഞ്ഞത്? പറയൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത്, നിങ്ങളെ എന്ന് പറയൂ. പറയൂ പറയൂ പറയൂ. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. मैं तुमसे प्यार करती हूँ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ലേ? Stupid. Get out from my classroom. എന്താ മാസ്റ്റർ? വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പോ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു, ഈ ചൂലിനോട് കടന്നു പോകാൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടോ, എന്താ പറഞ്ഞത്? മീനു എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. ഈ മുറി നല്ലോണം വൃത്തിയാക്കണമെന്ന് അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞാൽ ജീവൻ പോലെ ഞാൻ. അമ്മയോട് ഞാൻ ചോദിക്കട്ടെ, ഓരോ ശല്യങ്ങള്. സമ്മതിക്കില്ല അല്ലേ? കാണിച്ചു തരാടാ. എനിക്കത് കാണണ്ട. എന്തായി? നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോയല്ലോ. ചോര തുപ്പാറായോ? തുപ്പുമ്പോ അറിയിക്കാം. ആ. ഒരു സത്യം പറയട്ടെ, ആ. അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണയിട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. വല്ലതും കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും. ഓടെ അത് കാണാൻ പോണ പോലുമല്ലേ? എടാ ഭക്ത, ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം. ആ അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ. ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അവൻ ഒറ്റക്ക് കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ? വളച്ചാലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും അതല്ല എന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും? ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്ക് അടക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിനക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്തര്? അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരുവേ. ചേടാ ഭയങ്കര, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ? എടാ, ഞാൻ പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂല്. എന്തെല്ലാം കഷ്ടപ്പാട്. ഗോപാ, അടുക്കളയിലേക്ക് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു 10 എണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി? ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം. തരാം കേട്ടാ. പോന്നതിന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഹിന്ദി മാത്രം ആയാൽ മതിയായിരുന്നു. അവനെ ഞാൻ ഒതുക്കി, പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ 1/2 മണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല, 1 മണിക്കൂറെങ്കിലും അവളെ സ്വൈരായിട്ട് കിട്ടുമല്ലോ. 1/2 മണിക്കൂർ. ആ, 1/2 മണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുവേ. ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. ദാണ്ടെ കൊണ്ടുവരുന്നേ. ദൈവമേ, ഇപ്പോഴെങ്കിലും പൈപ്പിൽ വെള്ളം വരല്ലേ. എങ്ങോട്ടാ എങ്ങോട്ടാ? മോളുടെ കല്യാണം. കല്യാണം സദ്യ കാണുമോ? കാണും. 4 തരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. എന്നോ പിന്നെ കുളിക്കാം. ഗോപാ, ഇപ്പൊ കൊണ്ടുവരാം. അല്ല, എനിക്ക് തോന്നുന്നത് എന്താ ഈ 4 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മോളെ കെട്ടിച്ചു കൊടുക്കുക, ബാക്കി 3 ഒരു വീട്ടിൽ നിന്ന് പൊയ്ക്കോളും. എങ്ങനെ എന്റെ ഐഡിയ? തന്നൊരു അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം? എന്താ എന്താ അവിടെ? ഒന്നുമില്ല. അയ്യോ അമ്മ, ഞങ്ങള് കുടുംബകാര്യം പറഞ്ഞിരിക്കുകയാണ്. പല വെള്ളം അടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ 2 ഞാനോ. അയ്യോ, വയറ്റാത്തതിന് ശേഷം തൊട്ടിട്ടില്ല, തൊടത്തില്ല. തനിക്കറിയാമോ, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് ദിവസം എത്രയായിന്ന്?
ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ ഒരു പെണ്ണെ കെട്ടാ 3-4 പേര് വീട്ടിൽ കയറി താമസിക്കുക? എന്നാ പിന്നെ അവന്മാര് കള്ളന്മാരുള്ള കാര്യം ഭാര്യയോടും മോളോടും എന്താ പറയാത്തത്? അവിടെല്ലേടോ കുടുങ്ങിയത്. ആ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ അവന്മാരാ ക്യാബ്ര പെണ്ണ് ഞാനും കൂടുള്ള ഫോട്ടോ എടുത്ത് കാണിക്കും. പിന്നെ ഞാൻ ഈ നാട്ടിൽ എങ്ങനെ തലയുയർത്ത് കിടക്കും? അതുപോലെ ഞാൻ എന്റെ മോളുടെ മുഖത്തെങ്ങനെ നോക്കും? എന്നാ പിന്നെ ആ പൊട്ടക്കണ്ണന് കണ്ണ് കാണാമെന്ന് പറഞ്ഞൂടെ? ഓ, എനിക്ക് തന്നെ പോലല്ല, ഒരു തന്തേ ഉള്ളൂ. ബെറ്റ് വെച്ചാ വെച്ചതാ, ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റിന്റെ നിയമം അനുസരിച്ച് ഞാൻ ഒരു അക്ഷരം മിണ്ടിക്കൂടാ. അങ്ങനെ പട്ടാളച്ചിട്ടേ കൂടെ ഇരുന്നാലേ പെണ്ണ് അവന്റെ കൂടെ അങ്ങ് പോവും, കൂടെ പകുതി മീശയും പോവും. ആ, ഞാൻ 10-30 കൊല്ലം പട്ടാളത്തെ സേവിച്ചതേ തന്നെ പോലെ ചെരച്ചിട്ടല്ല. നാളെ ഞാൻ ആ പൊട്ടക്കണ്ണന്റെ കള്ളത്തരം പൊളിക്കും. അതെങ്ങനെ? സ്വപ്നത്തിൽ പോലും പുറത്തു പോകരുത്. കുരവള്ളി കണ്ടിച്ചിട്ടാ പോകത്തില്ല, പറ. നാളെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വടിയും കുത്തിപ്പിടിച്ച് തപ്പിത്തടഞ്ഞ് നിൽക്കുമ്പോ ഞാനൊരു സൂത്രം എടുത്ത് അവന്റെ ഉച്ചിക്കൊരു ഏറിയും. ഒരു പേര് കാണൂല്ലേ, അവൻ കുനിയും. കണ്ണുവട്ടൻ എങ്ങനെ ഏറി വരുന്നത് കണ്ടു ചോദിക്കും ഞാൻ. കള്ളന്റെ കള്ളി വെളിച്ചത്ത് അവൻ പുറത്ത്. ഒരു നിമിഷ നേരത്തേക്കെങ്കിലും എനിക്ക് കാഴ്ച കിട്ടിയാൽ മതിയായിരുന്നു. മീനുവിനെ ഒന്ന് കാണാൻ, അതിനുവേണ്ടി മാത്രം. ഗോവിന്ദ് ദുഃഖിച്ചു കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കൂ. ഇല്ല മീനു, ദോസ്തി എന്നൊരു ഹിന്ദി ചിത്രം കണ്ടിട്ടുണ്ട്. ദോസ്തിയിൽ കാലൊയ്യാത്തൊരുത്തനും അന്ധനായ ഒരു ഗായകനും തമ്മിലുള്ള സ്നേഹബന്ധം ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കണ്ണുപൊട്ടൻ എങ്ങനെ സിനിമ കണ്ടത്? 9 വയസ്സിന് ശേഷമാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. 9ാമത്തെ വയസ്സിൽ തന്നെ ആരെങ്കിലും ശവിച്ചോ കണ്ണ് പൊട്ടിപ്പോട്ടെ എന്ന്? അല്ല, തിമിരമായിരുന്നു, തിമിരം. ഓ, എന്നിട്ട് കണ്ണ് മാത്രമേ പോയുള്ളൂ? കണ്ണിന് തിമിരം വന്നാ പിന്നെ മൂക്കാണോ നഷ്ടപ്പെടുന്നത്? ഓഹോ, എന്തോ എനിക്കത് അറിഞ്ഞൂടാ. എനിക്ക് തിമിരം വന്നിട്ടില്ല. അയ്യോ അമ്മേ, ഞാൻ എന്തോ ആലോചിച്ചപ്പോ എറിഞ്ഞു പോയതാ. അത് വേറെ വന്നപ്പോ പൊട്ടക്കണ്ണൻ കുനിഞ്ഞു. അതെങ്ങനെയാ പൊട്ടക്കണ്ണൻ നേര് വരുന്നത് കണ്ടത്? എടുക്കാൻ കുനിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾ മനപ്പൂർവ്വം എന്നെ ചേട്ടനെ താഴെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. ഇന്ന് എന്നെ എറിഞ്ഞു കൊല്ലാൻ നോക്കുന്നു. സരസ്വതി, ഞാൻ നീ വരുന്നത് കണ്ടില്ല. നിങ്ങൾ കണ്ടില്ലേ? ഇല്ല. നിങ്ങൾ കണ്ടില്ലേ? ഇല്ല. എന്നാ ഇഞ്ഞു വരി. എന്തിനാ? ഒന്നിഞ്ഞു വരി. എന്ത്? ഇതൊന്ന് തടവി തരി. ഒന്ന് വരില്ലേ? ഏറെ വന്നപ്പോ അവൻ കുനിഞ്ഞു ഇല്ലേ മോളെ? ഞാൻ ശരിക്കും ഞാൻ കണ്ടതാ. എനിക്കൊരു സംശയം. എന്താ? ഈ സിനിമയിലേക്ക് സ്നേഹിക്കുന്നവര് ആടിപ്പാടാറില്ലേ? സ്നേഹം വരുമ്പോ എല്ലാരും അങ്ങനെ ചെയ്യോ? വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് ആടാം പാടാം. പക്ഷെ ഒരു സംശയം, പാട്ട് പാടുമ്പോ ഈ മ്യൂസിക് എവിടുന്നാ വരുന്നേ? അത് ശരിയാ, അത് എവിടുന്നാ വരുന്നത്? ആ, എനിക്ക് പിടികിട്ടി. എവിടുന്നാ? സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന്. എന്നിട്ട് ഞാൻ കേൾക്കുന്നില്ലല്ലോ. കേട്ടു നോക്ക്. ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം. അതെനിക്കറിയാം. അപ്പോ ഇനി വേറൊരു തമാശ ആക്കണോ? നമ്മള് ഈ കലം എന്ന് പറയില്ലേ, മൺകലം എന്നൊക്കെ. ഹിന്ദി ഭാഷയിൽ കലം എന്ന് പറഞ്ഞ പേന. അതുകൊണ്ട് 5ാം ക്ലാസ്സിലെ പഠിച്ചതാ. ദേഖോ. എനിക്ക് ഒരു ചെറിയ സംശയം. എന്ത് സംശയം? ഈ ഭിക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്കാരിയോ? അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിൽ ഇല്ലല്ലോ. ഉണ്ട്. അബ്കാരി ആയിരിക്കും. അല്ല, ഭിക്കാരി ആ പുസ്തകത്തിലുണ്ട്. പുസ്തകമൊന്നും കണ്ട. അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിലുണ്ട്. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സംശയമൊന്നുമില്ല. ഞാൻ 10 വർഷം പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ. അത് പോട്ടെ, ഈ ഭിക്കാരിയുടെ അർത്ഥം എന്താ? അതെ, ഭിക്കാരി. ഭിക്കാരി ഭിക്കാരി എന്ന് പറഞ്ഞാൽ ധിക്കാരി അല്ലല്ലോ. ഭിക്കാരി. അതെ, ഭിക്കാരി. ഭിക്കാരി എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം എന്നൊക്കെ പറയാം. സ്ഥിതി സമത്വം. തെണ്ടി.